ഹലോ. അപ്പോൾ ഇത് നോക്കിക്കേ, എന്നെ വഴക്ക് പറയുകയാണ്, എന്താ നിറയെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ കണ്ട എന്ത് പറയുക, ശരിക്കും പറയുക. അത് ഞാൻ മാറുമ്പോഴത്തേക്കും എൻ്റെ അടുക്ക് നേരെ ചാടി വരുന്നു, എന്നെ കടിക്കുന്നു, എന്തൊക്കെയാണ് എന്നെ ചെയ്യുന്നതെന്ന് അവനെന്നെ അറിയില്ല. കുറേ നേരം ഇരുന്ന് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ഓർത്തേ ഇനി തുടരുവാണെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊണ്ടുവന്നപ്പം പിന്നെ അവൻ അങ്ങനെ തന്നെ ചെയ്തു. അപ്പം ഞാൻ എല്ലാവരുടെയും കമൻസൊക്കെ ഞാൻ അപ്പം തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ കിട്ടുമ്പോഴൊക്കെ ഞാൻ നോക്കാറുണ്ട് കേട്ടോ, വായിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് റിപ്ലൈ തരാനായിട്ട് സമയം ഉണ്ടാകും, ടൈപ്പ് ചെയ്യാൻ സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ചിലപ്പം ഇന്നത്തെ നാളെ ആയിപ്പോവും, പക്ഷേ എല്ലാം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു, ഇവരെ അകത്ത് കയറ്റുന്ന കാര്യം അതിന് ഇച്ചിരി ലിമിറ്റ് ചെയ്യണം. അത് നെഗറ്റീവ് കമൻ്റ് അല്ല, ഞാനത് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തത് കേട്ടോ. അത് ഓർമ്മിപ്പിച്ചപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് മനസ്സിലായത്. എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴേക്കും, നമ്മുടെ ഫ്രണ്ട്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, ആരായാലും വരുമ്പോഴേക്കും അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല, പേടിയുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. അപ്പം ഇത് കടിക്കുകയൊക്കെ ചെയ്യണണ്ട. അപ്പം അത് അപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഒരു ഇറക്കുമ്പോഴേക്കും അവർക്കൊരു ബുദ്ധിമുട്ടാകും. ഇപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, ഇപ്പം തന്നെ അവരെ ശീലിപ്പിക്കുകയാണെങ്കിൽ അവർ അതേപോലെ വന്നോളും. കാരണം നമ്മൾ ശീലിപ്പിക്കുന്ന ഓരോ ശീലങ്ങളും അവർ കറക്റ്റ് അതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പം കമൻറ്റിലൂടെ നിങ്ങൾ എന്ത് നല്ല കാര്യം പറഞ്ഞു തന്നാലും നല്ലതേ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനി അങ്ങനെ തന്നെ ആയിരിക്കണം, ഞാൻ ആ ഒരു ഇതിൽ മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് അല്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ കമൻറ്റ് ഞാൻ എന്താണോ അത് ഡിലീറ്റ് ചെയ്തതാണോ അതോ ഇനി ഞാൻ നോക്കിയിട്ട് കാണാഞ്ഞാണെന്ന് അറിയുമ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ നോക്കിയിട്ട് ആ കമൻറ്റ് കണ്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ആ കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനത് നെഗറ്റീവായിട്ട് എടുത്തിട്ടില്ല, എനിക്കത് മനസ്സിലായി. ശരിക്കും നമ്മുടെ സെറ്റികളൊക്കെ വന്ന് കയറുമ്പോൾ മറ്റൊരാൾ വരുമ്പോഴത്തേക്ക് ഇറങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോയിലാണെങ്കിലും എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിനിപ്പം ആളുകൾക്കൊരു ബുദ്ധിമുട്ട് തന്നെ. എല്ലാവരും സെറ്റിയൊക്കെ വലിച്ച് കീറിയെന്ന്, ഇനിയിപ്പോൾ അതിൻ്റെ കവറൊക്കെ മാറ്റണം. അപ്പം ഇനിയിപ്പോൾ വലുതായി കഴിയുന്നതുകൊണ്ട് വികൃതി കൂടും, ദേഷ്യം കൂടും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.